വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തുവന്ന വാർത്തകളുടെ പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. ഇന്ത്യ ചൈന ബന്ധം ഊഷ്മളമാക്കി നരേന്ദ്രമോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച. ടിയാൻജിനിൽ ഇരു നേതാക്കളും തമ്മിലുള്ള സംഭാഷണം 55 മിനിറ്റാണ് നീണ്ടുനിന്നത്. അമേരിക്കൻ തീരുവ ഭീഷണിക്കിടയിലാണ് ലോകമുറ്റുനോക്കിയ നിർണായക ചർച്ച. മാനവരാശിയുടെ പുരോഗതിക്ക് ഇന്ത്യ ചൈന ബന്ധം അനിവാര്യമാണെന്ന് ഇരു നേതാക്കളും പറഞ്ഞു. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് മുൻപായി ടിയാൻജിനിൽ വെച്ചാണ് ഇരു നേതാക്കളും നേരിൽ കണ്ടത്. 7 വർഷത്തിനിടെ ആദ്യമായാണ് ചൈനയിൽ മോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച. മാനവരാശിയുടെ പുരോഗതിക്ക് ഇന്ത്യ ചൈന ബന്ധം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യ ചൈന അതിർത്തിയിൽ നിലവിൽ ശാന്തമായ അന്തരീക്ഷമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. വ്യാളി ആന സൗഹൃദം മെച്ചപ്പെടേണ്ടത് നിർണായകമെന്നും നല്ല അയൽക്കാരായി തുടരേണ്ടത് അനിവാര്യമാണെന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി, ചൈനീസ് വിദേശകാര്യമന്ത്രി, വാണിജ്യമന്ത്രി എന്നിവർ 55 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കം മറ്റ് ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ചർച്ച നടത്തും. യുഎസിന്റെ തീരുവ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ, ചൈന, റഷ്യ എന്നീ ഏഷ്യയിലെ 3 വലിയ ശക്തികളുടെ സൗഹൃദം ശക്തിപ്പെടുന്നതിനെ ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനത്തെ വിമർശിച്ച് കോൺഗ്രസ്. ഗൽവാൻ സംഘർഷത്തിൽ ചൈനയ്ക്ക് പ്രധാനമന്ത്രി ക്ലീൻ ചിറ്റ് നൽകിയെന്ന് ജയറാം രമേശ് ആരോപിച്ചു. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, കോൺഗ്രസിന്റെ വിമർശനം അതെങ്ങനെയാണ് ബൽറാം? റിജിത്ത്, 2020 ഗാൽവൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ചൈന സന്ദർശനത്തിന് എതിരെ വിമർശനം ഉന്നയിക്കുന്നത്. ഗാൽവൻ സംഘർഷത്തിൽ 20 ഇന്ത്യൻ ജവാന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. എന്നാൽ അതെല്ലാം മറന്നുകൊണ്ട് ചൈനയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ലീൻ ചീറ്റ് നൽകി എന്നാണ് ജയറാം രമേശിന്റെ വിമർശനം. ഒപ്പം തന്നെ ലഡാക്കിൽ ചൈനയുമായുള്ള അതിർത്തിയിൽ നിലവിലുള്ള സ്ഥിതി പൂർണ്ണമായും പുനഃസ്ഥാപിക്കണമെന്ന കരസേനാ മേധാവി ആവശ്യപ്പെട്ടെങ്കിലും അത് അവഗണിച്ചുകൊണ്ട് ചൈനയുമായി അനുരഞ്ജനത്തിനായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുകയായിരുന്നുവെന്നും 2025 ജൂലൈ 4 ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാന് ചൈന സഹായം നൽകി എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ ലഭിക്കുകയും അത് കരസേനാ ഉപമേധാവി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ അതിൽ പ്രതികരിക്കാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. മറിച്ച് അത് നിശബ്ദമായി അംഗീകരിക്കുകയാണ് ഉണ്ടായത് എന്നുമാണ് വിമർശനം ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ചൈന പ്രഖ്യാപിച്ച ജലവൈദ്യുത പദ്ധതി വടക്കുകിഴക്കൻ മേഖലയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതിലും യാതൊരു തരത്തിലുള്ള നടപടിയോ പ്രതികരണമോ നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ള വിമർശനമാണ് ജയറാം രമേശ് ഉന്നയിക്കുന്നത്. റിജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. എറണാകുളം കോതമംഗലത്ത് കാട്ടാന കിണറ്റിൽ വീണ സംഭവത്തിൽ വൻ പ്രതിഷേധം. വന്യജീവി ശല്യത്തിന് പരിഹാരമുണ്ടാക്കാതെ ആനയെ കയറ്റി വിടില്ല എന്ന് നാട്ടുകാർ പറഞ്ഞതോടെ രക്ഷാദൌത്യം താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. ഒടുവിൽ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി MLA ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ദൌത്യം പുനരാരംഭിച്ചത്. എന്നാൽ വനം വകുപ്പിന് വീഴ്ചയില്ല എന്നാണ് DFOയുടെ നിലപാട്. പുലർച്ചെ 3-നാണ് കോതമംഗലം കോട്ടപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കാട്ടാന വീണത്. 6 മണിയോടെ വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി. കിണറിടിച്ച് ആനയെ പുറത്തെത്തിക്കാൻ ആലോചന. നടപടിക്രമങ്ങൾ ആരംഭിച്ചതിനു പിന്നാലെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. പാറയില് കാട്ടാന ശല്യം രൂക്ഷമായിട്ട് ഏതാണ്ട് 1 വർഷമായി. ഇക്കാര്യത്തിൽ ഒരു നടപടിയും സർക്കാരിനെ കൊണ്ടോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടോ സ്വീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ജനങ്ങളുടെ ശക്തമായ വികാരമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഉടമയ്ക്ക് നഷ്ടപരിഹാരമായി 1 ലക്ഷം രൂപ നൽകാമെന്ന് സ്ഥലത്തെത്തിയ DFO ഉറപ്പു നൽകി. എന്നാൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ ഉറപ്പു നൽകാതെ ആനയെ കരയ്ക്ക് കയറ്റാൻ സമ്മതിക്കില്ലെന്ന് സ്ഥലത്തെത്തിയ ആന്റണി ജോൺ MLA. ഞങ്ങൾക്ക് കൃത്യമായ ഉറപ്പ് കിട്ടണം. ഇത് എന്ന് തുടങ്ങി എന്ന് അവസാനിക്കും, അത്തരം ഒരു ഉറപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. നേരത്തെ പല ഉറപ്പും ഇവർ പറഞ്ഞിരുന്നു. അത് സമയബന്ധിതമായി അവർക്ക് പാലിക്കാൻ സാധിച്ചിട്ടില്ല. DFOയോട് പറയാനുള്ള എത്രയോ പ്രാവശ്യം നമ്മൾ ഇവിടെ നിന്ന് തന്നെ സംസാരിച്ചു. ഇതോടെ രക്ഷാദൌത്യം താൽക്കാലികമായി നിർത്തി. എറണാകുളം കളക്ടർ G. പ്രിയങ്ക സ്ഥലത്തെത്തി MLAയും നാട്ടുകാരുമായി ചർച്ച നടത്തി. ഫെൻസിംഗ് നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുമെന്ന കളക്ടറുടെ ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. DFO ഉറപ്പ് തന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു കാര്യത്തിൽ പിന്നെ കിണറുടെ
ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ DFOയുടെ ഒരു കാര്യം മുമ്പോട്ട് പോകും. പിന്നെ ഈ സോളാർ ഫെൻസിംഗിന്റെ കാര്യത്തിൽ നമ്മുടെ മോണിറ്ററിംഗ് ഉണ്ടായിരിക്കും. എന്നാൽ വനംവകുപ്പിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് DFOയുടെ വിശദീകരണം. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വനവകുപ്പാണ്. അപ്പോൾ വനവകുപ്പ് ഇല്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീഴ്ച ഉണ്ടോ എന്നുള്ളത്, അതായത് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. 14 വയസ്സ് പ്രായമുള്ള ആനയാണ് കിണറ്റിൽ വീണത്. റാഫി കരീം, 24, കോതമംഗലം. കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ പുറത്തെത്തിക്കാനുള്ള ദൗത്യം തുടരുകയാണ്. കിണറടിച്ച ആനയെ പുറത്തെത്തിക്കാനാണ് നീക്കം. ആന കിണറ്റിൽ വീണിട്ട് 10 മണിക്കൂർ പിന്നിടുകയാണ്. കിലോമീറ്റർ ദൂരത്തിൽ ഡബിൾ ലൈൻ ഹാങ് ഫെൻസിംഗ് പ്രവൃത്തി 3.25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ആ പ്രവൃത്തി, അത് വളരെ താല്പര്യമെടുത്തുകൊണ്ടാണ് ആ പ്രവൃത്തി ഇവിടെ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ വർക്ക് വളരെ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിനകത്ത് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. എന്ന് ഈ ഫെൻസിങ്ങിന്റെ വർക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള കൃത്യമായ ഉറപ്പ് ലഭിക്കാതെ ആനയെ കയറ്റിക്കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. റാഫി കരീം വിവരങ്ങളുമായി കോട്ടപ്പടിയിൽ നിന്ന് ചേരുന്നുണ്ട്. റാഫി, പ്രതിഷേധത്തിനൊക്കെ പിന്നാലെ ഒരു സമവായം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. ദൗത്യം തുടങ്ങിക്കഴിഞ്ഞോ റാഫി? റിജിത്ത്, ദൗത്യം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. നേരത്തെ ഒരു അരമണിക്കൂർ മുൻപാണ് പ്രതിഷേധങ്ങൾക്കെല്ലാം ഒടുവിൽ കളക്ടർ എത്തി ചർച്ച നടത്തി ഈ ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ കളക്ടർ മേൽനോട്ടം വഹിക്കാമെന്ന് ഉറപ്പ് നൽകിയതിന് ശേഷം ഈ വനം വകുപ്പ് നടപടികൾ പുനരാരംഭിച്ചത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഈ ആന നിലവിൽ വീണ് കിടക്കുന്ന കിണറിന്റെ ഒരു വശം പൂർണ്ണമായും ഇടിച്ചിട്ടുണ്ട്. അതിന്റെ അവസാനഘട്ട നടപടികളിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഭാഗമെല്ലാം തന്നെ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി കയറുകെട്ടി തിരിച്ച ആളുകളെ മീറ്ററുകൾ ദൂരം മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. 144 അടക്കം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സുരക്ഷയാണ്. കാരണം 14 വയസ്സുള്ള ആരോഗ്യവാനായ ഒരു ആനയാണ്, അതൊരു കൊമ്പനാണ്. അതുകൊണ്ട് തന്നെ ഈ ആന പുറത്തേക്ക് എത്തിയാൽ അക്രമാസക്തനാകുമെന്നുള്ള ഭയം വനംപാലകർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത മുൻകരുതലുകളാണ് ഇതിനോടകം എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ആനയെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യം അത് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം 3 മണിയോടുകൂടിയാണ് ഈ ആന കിണറ്റിൽ വീണത് എന്നുള്ളതാണ് വനം വകുപ്പ് നമ്മളോട് വ്യക്തമാക്കുന്നത്. 6 മണിയോടുകൂടിയാണ് വനം വകുപ്പ് ഈ വിവരം അറിയുന്നത്. തുടർന്ന് വനം വകുപ്പ് ഈ ആനയെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഡാറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വനം വകുപ്പ് ആലോചിച്ചിരുന്നു. എന്നാൽ റാഫി കരീം കോട്ടപ്പടിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കിണറിടിച്ചിട്ടുണ്ട്. ആ ദൗത്യം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സംസ്ഥാനം പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചെങ്കിലും കേന്ദ്ര സർക്കാർ അതൊന്നും അംഗീകരിച്ചില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിന്നെ എങ്ങനെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ കഴിയും? ഈ വസ്തുത മറച്ചുവെച്ചാണ് സംസ്ഥാന സർക്കാരിനുമേൽ കേന്ദ്രം അകാരണമായി കുറ്റം ആരോപിക്കുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മയക്കുവെടി വെച്ച ശേഷം റേഡിയോ കോളർ ഘടിപ്പിച്ച് വനത്തിനുള്ളിലേക്ക് അതിനെ തുറന്നുകൊള്ളണം. ഇതാണ് നിയമത്തിലെ വ്യവസ്ഥ. ഇത് ലഘൂകരിക്കൽ ആവശ്യമാണ്. അതാണ് കേരളം ആവശ്യപ്പെടുന്നത്. പക്ഷേ കേന്ദ്രം അതിന് തയ്യാറാകുന്നില്ല. കേന്ദ്രം തയ്യാറാകാതിരിക്കുമ്പോൾ ഈ പ്രശ്നത്തിന് എങ്ങനെ ശാശ്വത പരിഹാരം കാണാനാകും? ഈ വസ്തുത മറച്ചുവെച്ചുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ മേൽ അകാരണമായി കുറ്റാരോപണം നടത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. വയനാടിന്റെ സ്വപ്ന പദ്ധതിയായ തുരങ്കപാത നിർമ്മാണത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യും. മലബാറിന്റെ വികസനത്തിന് പുതിയ നാഴികക്കല്ലായി മാറുന്നതാണ് ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. കോഴിക്കോട് വയനാട് മലയോര മേഖലയിലെ ജനങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ദിനമാണിന്ന്. വയനാട്ടിലേക്ക് ചുരമില്ലാതെ മറ്റൊരു പാത. നിർമ്മാണ ഉദ്ഘാടനത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. സ്വപ്നം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു ഉദ്ഘാടനമായി കാണാനല്ല, മറിച്ച് ഇതൊരു ഉത്സവമായി കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഉദ്ഘാടനം മാത്രമല്ല, ഇത് നാടിന്റെ ഉത്സവമെന്ന് മലയോര ജനത. കുറേയധികം വർഷങ്ങളായി ഞങ്ങൾ ഇതിനുവേണ്ടി കാത്തിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു മലയോര മേഖലയുടെ ഏറ്റവും വലിയൊരു നാഴികക്കല്ല് തന്നെയാണ് ഈ തുരങ്കപാത വന്നാൽ. സന്തോഷപ്രദമായി ഞങ്ങൾക്ക് എങ്ങനെ പറയണമെന്നുള്ളത് ഇന്ന് ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് അറിയത്തില്ല. ഇത് സഫലമായാൽ എല്ലാ യാത്രക്കാർക്കും ഇവിടെയുള്ള വലിയ വലിയ വാഹനങ്ങളും ഈ ടണൽ വഴി വന്ന് പോകുന്നതാണ്. അതിൽ ഞങ്ങൾ വളരെയേറെ ഹാപ്പിയാണ്. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, KN ബാലഗോപാൽ, OR കേളു, കോഴിക്കോട് വയനാട് ജില്ലകളിലെ മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും. ആകെ 8.73 കിലോമീറ്ററാണ് തുരങ്കപാതയുടെ നീളം. പാതയിൽ ഇരട്ട തുരങ്കങ്ങളാണുള്ളത്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിലെ 2ാമത്തെ ഇരട്ട തുരങ്കപാതയായി മാറും. 4 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്കും മണ്ണിടിച്ചിലും ആശങ്കയാകുമ്പോൾ തുരങ്കപാത നിർമ്മാണം പ്രതീക്ഷ നൽകുന്നതാണ്. 24 കോഴിക്കോട്.
കണ്ണൂർ കണ്ണപുരം സ്ഫോടന കേസ് പ്രതി അനൂപ് മാലിക്കിന്റെ ലക്ഷ്യം കച്ചവടമെന്ന് പോലീസ്. ഉത്സവകാലത്തേക്ക് വേണ്ടി നേരത്തെ തന്നെ പടക്കം തയ്യാറാക്കി അനധികൃതമായി അസംസ്കൃത വസ്തുക്കൾ എത്തിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. അരുൺ, ഇതിന്റെ അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമാവുന്നത് എന്താണ്? പുതിയ വിവരങ്ങൾ എന്താണ് അരുൺ പൂപ്പറമ്പ? ഇന്നലെ കാഞ്ഞങ്ങാട് നിന്ന് പിടികൂടിയ കേസിലെ പ്രതി അനൂപ് മാലിക്കിനെ കണ്ണപുരത്ത് എത്തിച്ച് പോലീസ് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ ഇത് കച്ചവടത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചു ശേഖരിച്ചത് എന്ന മൊഴി നൽകിയത്. ഉത്സവകാലത്തേക്ക് നേരത്തെ തന്നെ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കി വെക്കും. അങ്ങനെ ഓർഡർ അനുസരിച്ച് ഇത് എത്തിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ രീതി എന്നാണ് ഈ അനൂപ് മാലിക്കിൻ്റെ മൊഴി. ഈ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ അനധികൃതമായാണ് ഇയാൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തിച്ചത് എന്നതാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. എന്തായാലും ഈ അനൂപ് മാലിക്കിൻ്റെ മൊഴികളെല്ലാം പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. മറ്റെന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇയാൾ ഈ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് നൽകുന്നുണ്ടോ, അതിനായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ജില്ലാ ക്രൈംബ്രാഞ്ച് ACPക്കാണ് അന്വേഷണ ചുമതല. ക്രൈംബ്രാഞ്ചും വിശദമായി അനൂപ് മാലിക്കിനെ ചോദ്യം ചെയ്യും. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്താലും കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനമെടുത്തിട്ടുള്ളത്. അത്തരം ദുരൂഹതകളെല്ലാം നീക്കുന്നതിന് വേണ്ടി വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് ക്രൈംബ്രാഞ്ച് എന്തായാലും പറയുന്നത്. നിലവിൽ അനൂപ് മാലിക് നൽകിയിട്ടുള്ള മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. പക്ഷേ ഇത് അനധികൃതമായി നടന്ന ഈ സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണമാണ് എന്ന കാര്യത്തിൽ, അതിൽ ഈ അസംസ്കൃത വസ്തുക്കൾ ഉൾപ്പെടെ എത്തിച്ച കാര്യത്തിലൊക്കെ പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നുണ്ട്. ഇനി അറിയേണ്ടത് മറ്റ് സൂചിപ്പിച്ചതുപോലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി മറ്റാർക്കെങ്കിലും ഇത് എത്തിച്ചു നൽകുന്നുണ്ടോ, ഈ സംഘത്തിൽ കൂടുതൽ ആൾക്കാരുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിലൊക്കെ ഈ അന്വേഷണത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ശരി, അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പാലക്കാട് ചെഗുവേരയുടെ ചിത്രം വെച്ച് ഗണേശോത്സവം ആഘോഷിച്ച് DYFI. പാലക്കാട് മുണ്ടൂർ മീനങ്ങാടിയിലായിരുന്നു ആഘോഷം. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കാണാം ആദ്യം. ശ്രീകുമാരൻ വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. ശ്രീതി, സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. എന്താണ് സംഭവം ശ്രീ? നേരത്തെയും ഈ മുണ്ടൂർ മീനങ്ങാട് ഇത്തരത്തിൽ DYFI CPIM പ്രവർത്തകർ ഇവിടെ ഗണേശോത്സവം സംഘടിപ്പിച്ചിരുന്നു. ഇത് ഇക്കഴിഞ്ഞ 28-ാം തീയതിയാണ് നടന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും വൈറലായി തുടങ്ങിയത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഗണേശ വിഗ്രഹമുണ്ട്. അത് നിമജ്ജന ഘോഷയാത്രയാണ്. അത് എത്രയോ കിലോമീറ്ററോളം സഞ്ചരിച്ചതിന് ശേഷം പറളിപ്പുഴയിലാണ് ഈ ഗണേശ വിഗ്രഹം നിമജ്ജനം ചെയ്തിട്ടുള്ളത്. CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇതിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. നൂറുകണക്കിന് ചെറുപ്പക്കാരാണ് ഈ ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇതിൽ ചെഗുവേരയുടെ കൊടിയുണ്ട്, കൂടാതെ വെള്ളക്കൊടികളും ഒക്കെ ഉണ്ട് ഇതിൽ. അത് പക്ഷേ DYFIയുടെ കൊടിയൊന്നുമല്ല. പക്ഷേ നേരത്തെ തൊട്ടടുത്ത മേഖലയിൽ RSS പ്രവർത്തകർ ഇത്തരത്തിൽ ഗണേശോത്സവം സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ഗണേശോത്സവം കേവലം ഒരു RSSന്റെ കയ്യിൽ മാത്രം നിൽക്കേണ്ട സാധനമല്ല, അത് മറ്റുള്ള ആളുകളുടെ ഇടയിലേക്കും എത്തിക്കണമെന്ന പ്രചാരണമാണ് CPM നടത്തുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ചെഗുവേരയുടെ കൊടി വെച്ച് ഇത്തരത്തിൽ ഗണേശോത്സവം നടത്തിയത് ആണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ശരി, ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി പ്രേക്ഷകർക്ക് ഓണക്കോടി സ്വന്തമാക്കാനുള്ള അടുത്ത ചോദ്യത്തിലേക്കാണ്. കോതമംഗലം MLAയുടെ പേരെന്ത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് വിജയികളെ തിരഞ്ഞെടുക്കും. അത്തം മുതൽ തിരുവോണം വരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 1001 പേർക്കാണ് 24ഉം മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ഓണക്കോടി സമ്മാനമായി നൽകുന്നത്. മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. നേരത്തെ ഞാൻ സൂചിപ്പിച്ച വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. താമരശ്ശേരി ചുരം 9-ാം വളവിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി സംരക്ഷണ ഭിത്തി തകർത്ത് ഇടിച്ചു നിന്നു. കൊക്കയിലേക്ക് വീഴാറായ നിലയിലാണ് ലോറി ഉള്ളത്. ആ ദൃശ്യങ്ങൾ കാണാം ആദ്യം. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ,
കാണുമ്പോൾ തന്നെ പേടിയാവുന്ന ദൃശ്യങ്ങളാണത്. എന്താണ് സംഭവിച്ചത്? എത്ര പേരുണ്ടായിരുന്നു ലോറിയിൽ? കൂടുതൽ വിവരങ്ങൾ എന്താണ് നിഖിൽ? വിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ അതൊരു അത്ഭുതകരമായിട്ടുള്ള രക്ഷപ്പെടലാണ്. ആ ലോറിയിൽ ഒരൊറ്റ ആളെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. ഇത് ഇപ്പോൾ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായ വലിയ ഭീതി നിലനിൽക്കുന്ന 9ാം വളവിലാണ് ഈ സംഭവം നടക്കുന്നത്. ഏതാണ്ട് 12:45 കൂടിയായിരുന്നു ഈ അപകടം. ഈ 9ാം വളവിലെ കർവ് മറികടക്കുന്നതിനിടെ വലിയ വാഹനങ്ങൾക്ക് നമുക്കറിയാം ഇതിലൂടെ കടന്നു പോകാൻ വലിയ പ്രയാസമാണ്. വളരെ പ്രയാസപ്പെട്ടാണ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർമാർക്കാണ് വളരെ എളുപ്പത്തിൽ ഇതിലൂടെ ഈ ചുരം കടന്നു പോകാൻ കഴിയുന്നത്. ചുരത്തിലെ വളവൊക്കെ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർക്കാണ് വളരെ എളുപ്പത്തിൽ തിരിച്ച് കടന്നു പോകാനൊക്കെ കഴിയുന്നത്. അത്തരത്തിൽ ആ ചുരം മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ട് ഈ ലോറി അവിടുത്തെ സുരക്ഷാ ഭിത്തി തകർത്ത് കൊക്കയിലേക്ക് ഒരു ഭാഗം ചെരിഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് ആ സുരക്ഷാ ഭിത്തിയും കടന്ന് ലോറിയുടെ മുൻഭാഗം അല്പം കൊക്കയുടെ ഭാഗത്തേക്ക് നീങ്ങി നിൽക്കുന്നതായാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. 12:45 കൂടിയായിരുന്നു ഈ സംഭവം. അത്ഭുതകരമായി ഈ ഡ്രൈവർ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും പോലീസും ചേർന്ന്, പോലീസിന്റെ സാന്നിധ്യം ചുരത്തിൽ ഇപ്പോൾ മുഴുവൻ സമയവും ഉണ്ട്. നമുക്കറിയാം ഈ പുതിയ പശ്ചാത്തലത്തിൽ പോലീസ് സാന്നിധ്യം അവിടെ ഉണ്ട്. അങ്ങനെ പോലീസും നാട്ടുകാരും ചേർന്നുകൊണ്ടാണ് ഈ ഡ്രൈവറെ പുറത്തേക്ക് എത്തിച്ചത്. ഇനി ഈ ലോറി ഇവിടെ നിന്ന് നീക്കാൻ എന്തായാലും അല്പം സമയമെടുക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഫയർഫോഴ്സ് സംഘമടക്കം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് കൂടുതൽ സമയം എന്തായാലും എടുക്കും. നിലവിലത്തെ സാഹചര്യത്തിൽ ഗതാഗത നിയന്ത്രണമില്ല, അതായത് ഗതാഗത വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് അറിയിക്കുന്നത്. പക്ഷെ അത് ഒരു വരിയിലൂടെ മാത്രമേ കടന്നു പോകാൻ കഴിയൂ. നിലവിൽ തന്നെ നമുക്കറിയാം 9ാം വളവിലെ പരിമിതികൾ എന്നുള്ളത് അത് വളരെ കൂടുതലാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം കൂടി ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും ഇനി അതിലൂടെയുള്ള ഇരുപാതകളിലൂടെയും കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യം അല്പസമയത്തിന് ശേഷം ഈ ലോറി നീക്കിയ ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മൾട്ടി ആക്സിൽ വെഹിക്കിളുകൾക്ക് ഈ ചുരത്തിലൂടെ കടന്നു പോകാനുള്ള അനുമതി നൽകി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അത്ഭുതകരമായിട്ടുള്ള ഒരു രക്ഷപ്പെടൽ എന്ന് മാത്രമേ ഈ അപകടത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയൂ. നിഖിൽ, ഈ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്ന മുൻഭാഗമൊക്കെ പൂർണ്ണമായി കൊക്കയുടെ ഭാഗത്തേക്കാണ് മാറി നിൽക്കുന്നത്. അതിൽ നിന്ന് എങ്ങനെയാണ് ഈ ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത്? എങ്ങനെയാണ് ഈ വലിയ വാഹനമായതുകൊണ്ട് തന്നെ അതിനെ വലിച്ച് കയറ്റുക എന്നുള്ളത് അല്പം ദുഷ്കരമായൊരു പ്രവൃത്തിയാണ്. അത് എങ്ങനെയാണ് ആലോചിക്കുന്നത് നിഖിൽ? റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന്റെ മുൻഭാഗത്താണ് ഡ്രൈവർ ഉണ്ടാവുക സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ രക്ഷിക്കുക എന്നുള്ളത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഒരു വലിയ അപകടം ഒഴിവായത്. സ്വാഭാവികമായിട്ട് ഈ മുൻഭാഗത്ത് വെയിറ്റ് കൂടുതലായി വരുമ്പോൾ അത് ഒരുപക്ഷെ ആ ലോറി താഴേക്ക് മറിയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. സമയോചിതമായി അതിലൂടെ കടന്നുപോയ യാത്രക്കാരും പോലീസും നടത്തിയ ഇടപെടൽ മൂലമാണ് ഈ ഡ്രൈവറെ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്ന കാര്യം. ഇദ്ദേഹം ഈ 9ാം വളവ് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം അത് വളച്ചെടുക്കുന്നത് അല്പം ശ്രമകരമായ ഒരു ദൗത്യമാണ്. നമ്മൾ KSRTC ബസ്സൊക്കെ വളരെ എളുപ്പത്തിൽ അതിലൂടെ സ്ഥിരമായി കടന്നു പോകുന്ന യാത്രികർ വളരെ എളുപ്പത്തിൽ വളച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്പം മുന്നോട്ട് കൊണ്ടുപോയി അതൊരു സുരക്ഷിതമായ വാഹനത്തിന്റെ അളവും അതോടൊപ്പം തന്നെ ഈ പാതയുടെ വീതിയും ഒക്കെ കണക്കിലെടുത്താണ് അത് വളച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അല്ലാത്തവർ അല്പം പ്രയാസപ്പെട്ടാണ് ആ ചുരത്തിലൂടെ കടന്നു പോകാറ്. അത്തരത്തിലുള്ളൊരു ശ്രമം നടത്തുന്നതിനിടയിലാണ് ഈ ലോറിക്ക് നിയന്ത്രണം നഷ്ടമാവുകയും ഈ ലോറി ആ സംരക്ഷണ ഭിത്തി തന്നെ തകർത്ത് കൊക്കയിലേക്ക് മറിയാൻ തക്കവണ്ണം ആ കൊക്കയ്ക്ക് മുന്നിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. പൊടുന്നനെ ഇദ്ദേഹത്തിന് ഈ ഹാൻഡ് ബ്രേക്ക് ഇട്ടുകൊണ്ട് അതിനെ നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ അപകടമാണ് അക്ഷരാർത്ഥത്തിൽ ഒഴിവായത്. എന്തായാലും ഇദ്ദേഹത്തെ ഇവർ രക്ഷിച്ചത് ഈ ലോറി നിന്ന ശേഷം അദ്ദേഹത്തിന് വടം ഉൾപ്പെടെ ഇട്ട് നൽകി ഈ ഡ്രൈവറെ രക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്, അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളൊക്കെ പറയുന്നത്. എന്തായാലും അദ്ദേഹത്തെ രക്ഷിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ആ ലോറി അവിടെ നിന്ന് മാറ്റുന്ന പ്രവൃത്തിയിലേക്കാണ് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഒക്കെ പ്രവേശിക്കുന്നത്. അത്ഭുതകരമെന്നോ അവിശ്വസനീയമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള രക്ഷപ്പെടലാണ് ഉണ്ടായത്. ഡ്രൈവറെ എന്തായാലും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, ആശ്വാസകരം. വലിയ വാഹനമാണത് തിരിച്ച് റോഡിലേക്ക് കയറ്റുക എന്നുള്ള നടപടിയിലേക്കാണ് ഇനി കടക്കുന്നത്. ലൈംഗികാരോപണ കേസുകളിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ. രാഹുലിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനാണ് നീക്കം. പാർട്ടി നിലപാട് വ്യക്തമാകുന്നതിന് മുമ്പ് വനിതാ നേതാക്കൾ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടത് തെറ്റാണെന്ന് MM ഹസൻ പറഞ്ഞു. ഇതിനിടെ രാഹുലിനെ പിന്തുണച്ച് CPIM മുൻ MLA ഐഷ പോറ്റി രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെങ്കിലും കോൺഗ്രസിൽ നിന്ന് പിന്തുണ കൂടുകയാണ്. മുകേഷിന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാമെങ്കിൽ രാഹുലിനും പങ്കെടുക്കാമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട വനിതാ നേതാക്കളെ തള്ളി MM ഹസനും രംഗത്തെത്തി. പാർട്ടി തീരുമാനം വരുന്നതിന് മുമ്പ് അങ്ങനെയുള്ള ആളുകൾ പ്രതികരിക്കുന്നത് തെറ്റാണ്. ഒരു മെമ്പറുടെ അവകാശമാണ് നിയമസഭ അറ്റൻഡ് ചെയ്യുക, നിയമസഭയിൽ പങ്കെടുക്കുക. രാഹുലിനെതിരായ പരാതികളുടെ ആധികാരികത കൂടി പരിശോധിക്കണമെന്നായിരുന്നു CPIM മുൻ MLA ഐഷ പോറ്റിയുടെ പ്രതികരണം.
ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും ഏത് മനുഷ്യരെ പറ്റിയായാലും എന്ത് പറഞ്ഞാലും അതിൻ്റെ ഉള്ളടക്കം സത്യമാണോ എന്നൊന്നും നോക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ആരുടെ കാര്യത്തിലായാലും ഏത് മനുഷ്യരുടെ കാര്യം ഇത് എന്തിനാ അടക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്, പറയാനുള്ളത് അപ്പം പറഞ്ഞുകൂടെ. UDF കൺവീനർ അടൂർ പ്രകാശും രാഹുലിനും പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. ലൈംഗിക ആരോപണ കേസിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം രാഹുലിന്റെ മൊഴി രേഖപ്പെടുത്തും. രാഹുലിന്റേതെന്ന പേരിൽ പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങളിൽ ഉള്ളവരുടെ മൊഴി രേഖപ്പെടുത്താനും നീക്കമുണ്ട്. രാഹുലിനെതിരെ 10 പരാതികളാണ് ഇതുവരെ ലഭിച്ചത്. 24 തിരുവനന്തപുരം. കൃഷിവകുപ്പിൽ നിന്ന് സ്ഥലം മാറ്റിയ നടപടിക്കെതിരെ ഡോക്ടർ ബി അശോക് നിയമ നടപടിക്ക് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാനാണ് തീരുമാനം. KTDFC ചെയർമാൻ സ്ഥാനം ഡോക്ടർ ബി അശോക് ഉടൻ ഏറ്റെടുക്കില്ല. കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർന്നതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് സ്ഥലം മാറ്റം. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇന്നലെയാണ് KTDFC CMD പദവിയിലേക്ക് ഡോക്ടർ ബി അശോകിനെ സ്ഥലം മാറ്റിയത്. അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ ടിങ്കു ബിസോളിനാണ് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ചുമതല. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന KTDFCയിലെ CMD പോസ്റ്റ് താരതമ്യേന പ്രാധാന്യം കുറഞ്ഞതാണ്. സീനിയർ IAS ഉദ്യോഗസ്ഥന് വഹിക്കേണ്ട ചുമതലകൾ KTDFCയിൽ ഇല്ലെന്ന് കാണിച്ചാകും കോടതിയെ സമീപിക്കുന്നത്. സെപ്റ്റംബർ 8-നാണ് ഇനി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പ്രവർത്തിക്കുക. അന്നാകും ഹർജി നൽകുന്നത്. പുതിയ ചുമതല ബി അശോക് ഉടൻ ഏറ്റെടുത്തേക്കില്ല. കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട ലോകബാങ്ക് കത്തുൾപ്പെടെയുള്ള വിവരങ്ങൾ ചോർന്നതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയായിരുന്നു സ്ഥലം മാറ്റം. നേരത്തെ തദ്ദേശ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബി അശോകനെ സ്ഥലം മാറ്റിയപ്പോഴും കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് അനുകൂല വിധി നേടി തിരികെ കൃഷിവകുപ്പിലെത്തിയിരുന്നു. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ആശുപത്രി രേഖകൾ ആവശ്യപ്പെട്ട് പോലീസ്. ജനറൽ ആശുപത്രി, ശ്രീചിത്ര, RCC എന്നിവിടങ്ങളിൽ സുമയ്യ നടത്തിയ ചികിത്സയുടെ രേഖകൾ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകും. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിന്റെ സർവീസ് ഹിസ്റ്ററിയും പോലീസ് പരിശോധിക്കും. വിഷയത്തിൽ വിദഗ്ധ സമിതി വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ റിപ്പോർട്ട് നൽകുകയുള്ളൂ. ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയെന്ന യുവതിയുടെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നത്. ചികിത്സാ പിഴവ് ആരോപണത്തിൽ സുമയ്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകൾ പോലീസ് പരിശോധിക്കും. ജനറൽ ആശുപത്രി, ശ്രീചിത്ര, RCC എന്നിവിടങ്ങളിൽ നടത്തിയ ചികിത്സയുടെ വിവരങ്ങളാണ് പരിശോധിക്കുന്നത്. ഇതിനായി രേഖകൾ ആവശ്യപ്പെട്ട നോട്ടീസ് നൽകും. ഡോക്ടർ രാജീവ് കുമാറിന്റെ സർവീസ് ഹിസ്റ്ററിയും പോലീസ് പരിശോധിക്കും. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കന്റോൺമെന്റ് AC-ക്ക് കൈമാറും. അതിനിടെ ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതി പ്രാഥമിക റിപ്പോർട്ട് DHS-ന് കൈമാറിയെങ്കിലും കൃത്യമായ കണ്ടെത്തലുകളില്ല. സുമയ്യയുടെ ചികിത്സാ സംബന്ധമായ എല്ലാ രേഖകളും വീണ്ടും പരിശോധിക്കാനാണ് തീരുമാനം. സ്വകാര്യ ആശുപത്രിയിലടക്കം ചികിത്സ തേടിയതിന്റെ രേഖകൾ പരിശോധിക്കും. എല്ലാ രേഖകളും പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായ നിഗമനത്തിലെത്താൻ കഴിയൂവെന്നാണ് വിദഗ്ധ സമിതി സർക്കാരിനെ അറിയിച്ചത്. 24 തിരുവനന്തപുരം. PMAY പദ്ധതി പ്രകാരം അനുവദിച്ച വീട് നിർമ്മിക്കാൻ പെർമിറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് ക്യാൻസർ രോഗിയായ വീട്ടമ്മ നടത്തുന്ന നിരാഹാര സമരം തുടരുന്നു. ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിന് മുന്നിലാണ് കോഴിമല സ്വദേശി വീണ ഷാജിയുടെ സമരം. 3 ദിവസമായിട്ടും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് വീണ പറയുന്നത്. ഓഗസ്റ്റ് 29-ാം തീയതിയാണ് കാഞ്ചിയാർ പഞ്ചായത്തിന് മുൻപിൽ വീണ ഷാജി നിരാഹാര സമരം ആരംഭിച്ചത്. നാട്ടുകാരും ജനപ്രതിനിധികളും വീണയുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ കണ്ടഭാവം നടിച്ചിട്ടില്ല. ഇന്നലെ വൈകിട്ട് മുതൽ പോലീസ് കാവലും ഒഴിവാക്കി. ഞാൻ 50 വർഷമായിട്ട് താമസിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിനാണ് 3 സെന്റ് സ്ഥലത്തിനാണ് ഞാൻ കൈവശരേഖ ചോദിക്കുന്നത്. എനിക്ക് ഇതുവരെ ആരും ഒന്നും എന്നോട് വന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ 22 കുടുംബങ്ങളുണ്ട്. 5 വർഷമായിട്ടും പെര പൊളിച്ചിട്ടേക്കുന്നത്. ആ 22 കുടുംബക്കാർക്കും പെര വേണം. ഇത് ഞങ്ങളുടെ ആവശ്യമാണ്. ഞങ്ങളുടെ അവിടെ സെറ്റിൽമെന്റ് അല്ല. സെറ്റിൽമെന്റ് രാജാവെന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ല അവിടെ. വനംവകുപ്പിന്റെ NOC ലഭിക്കാത്തതിനാലാണ് പെർമിറ്റ് നൽകാത്തതെന്ന് പഞ്ചായത്ത് ഇപ്പോഴും വിശദീകരിക്കുന്നു. വീണ ഷാജിക്ക് വീട് അനുവദിച്ചിരിക്കുന്ന കോഴിമലയിലെ സ്ഥലം ആദിവാസി സെറ്റിൽമെന്റ് ഭൂമിയാണെന്നാണ് വനംവകുപ്പിന്റെ അവകാശവാദം. എന്നാൽ കഴിഞ്ഞ 40 വർഷമായി ഇവിടെ സ്ഥിരതാമസക്കാരിയാണ് വീണ. സർക്കാർ ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ. നടപടി ഉണ്ടാകുന്നതുവരെ നിരാഹാര സമരം തുടരുമെന്നാണ് വീണ ഷാജിയുടെ നിലപാട്. 24 ഇടുക്കി. പ്രേക്ഷകർക്ക് ഓണക്കോടി സ്വന്തമാക്കാനുള്ള അടുത്ത ചോദ്യത്തിലേക്കാണ് ഇനി കടക്കുന്നത്. എറണാകുളം ജില്ലാ കളക്ടറുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് വിജയികളെ തിരഞ്ഞെടുക്കും. അത്തം മുതൽ തിരുവോണം വരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 1001 പേർക്കാണ് 24ഉം മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ഓണക്കോടി സമ്മാനമായി നൽകുന്നത്. മഹാറാണി വെഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ.
തൃശൂർ പാലിയക്കര ടോൾ പ്ലാസയിൽ ടോൾ നിരക്ക് ഉയർത്തി എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. ദേശീയപാതയിലെ ഗതാഗത പ്രശ്നങ്ങളുടെ പേരിൽ ഹൈക്കോടതി നിർത്തിവെപ്പിച്ച ടോൾ പിരിവ് പുനരാരംഭിക്കുമ്പോൾ കൂടിയ നിരക്കായിരിക്കും ഈടാക്കുക. കരാർ കമ്പനിയായ GIPL കൂടിയ നിരക്ക് ഈടാക്കാൻ ദേശീയപാത അതോറിറ്റി അനുമതി നൽകിയിട്ടുണ്ട്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, എങ്ങനെയാണ് നിരക്ക് കൂടാൻ പോകുന്നത്? സൂരജ്, TK, എല്ലാ വർഷവും സെപ്റ്റംബർ 1-ാം തീയതി പാലിയക്കരയിൽ ടോൾ പിരിവ് വർദ്ധിപ്പിക്കുന്ന പതിവാണ്. അത്തരം സ്വാഭാവിക നടപടിയുടെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വർഷവും ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി അനുമതി നൽകിയിരിക്കുന്നത്. 5 രൂപ മുതൽ 15 രൂപ വരെ ടോൾ വർദ്ധിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്നത്. കാറുകൾക്ക് ഒരു ഭാഗത്തേക്ക് 90 രൂപ എന്നത് ഇനി 95 രൂപയാകും. ഒരു ദിവസത്തിൽ ഒന്നിൽ കൂടുതൽ തവണ യാത്ര ചെയ്യണമെങ്കിൽ 140 രൂപ കൊടുത്താൽ ഒന്നിൽ കൂടുതൽ യാത്രകൾ നടക്കും. ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്ക് 160 രൂപ എന്നത് 165 ആക്കി. ബസ്, ട്രക്ക് എന്നിവയ്ക്ക് 320 രൂപ എന്നത് 330 രൂപയാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ദേശീയപാതയിലെ ഗതാഗത കുരുക്കും റോഡുകളുടെ അറ്റകുറ്റപ്പണി വൈകുന്നതും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ഹൈക്കോടതി ഈ സെപ്റ്റംബർ 9-ാം തീയതി വരെ ടോൾ പിരിവ് നിർത്തിവച്ചിരിക്കുകയാണ്. കോടതി അത് പുനഃപരിശോധിച്ച് എന്ന് ടോൾ പുനഃസ്ഥാപിക്കുന്നു അന്നു മുതൽ ഈ കൂട്ടിയ നിരക്കായിരിക്കും ആളുകളിൽ നിന്ന് ഈടാക്കുക. TK, ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. കാറുകൾക്ക് ഒരു ഭാഗത്തേക്ക് പോകാൻ നേരത്തെ 90 രൂപയായിരുന്നു, അത് 95 രൂപയാവുന്നുണ്ട്. അതുപോലെ ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്കുള്ള ടോൾ നിരക്ക് 160 രൂപ എന്നത് 165 രൂപയാവുകയാണ്. ബസ്, ട്രക്ക് എന്നിവയ്ക്ക് 320 രൂപയായിരുന്നത് 330 രൂപയാണ്. അങ്ങനെയാണ് ആ വർധന പുതുതായി വരാൻ പോകുന്നത്. സൂരജ് സജി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. NSSന് പിന്നാലെ ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച SNDPയും ഉപാധികളില്ലാതെയാണ് പിന്തുണയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. UDF BJP എതിർപ്പുകൾക്കിടയിലും അയ്യപ്പ സംഗമത്തിനായി ഒരുക്കങ്ങൾ വേഗത്തിലാക്കുകയാണ് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും. സെപ്റ്റംബർ 20-ന് പമ്പ ത്രിവേണി സംഗമത്തിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തെ ചൊല്ലിയാണ് അഭിപ്രായ ഭിന്നത. ചടങ്ങ് ബഹിഷ്കരിച്ച് UDFും BJPയും നിലപാട് പ്രഖ്യാപിച്ചെങ്കിലും ഭൂരിഭാഗം സമുദായ സംഘടനകളും അയ്യപ്പ സംഗമത്തെ അനുകൂലിക്കുകയാണ്. NSSന് പിന്നാലെ SNDPയും പരിപാടിയെ പിന്തുണച്ച രംഗത്ത് വന്നു. ഇന്ന് ഗവൺമെന്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒന്നിച്ചെടുത്തിരിക്കുന്ന ആ സംഗമം നല്ലതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. വിശ്വാസവും ആചാരങ്ങളും സംരക്ഷിച്ചുകൊണ്ട് പരിപാടി നടത്തണമെന്നാണ് ശിവഗിരി മഠത്തിന്റെയും നിലപാട്. ശബരിമലയുടെ പ്രാധാന്യം ലോകത്തെ അറിയിക്കുകയാണ് അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ചടങ്ങിലേക്ക് സാമുദായിക സംഘടനകളെ ക്ഷണിക്കും. രാഷ്ട്രീയ പാർട്ടികളെ ഉൾപ്പെടെ ക്ഷണിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് ശിവഗിരി മഠം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അയ്യപ്പ സംഗമം നടക്കണമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ 24നോട് പറഞ്ഞു. ഇങ്ങനെയുള്ള സമ്മേളനങ്ങളും മറ്റുമൊന്നും രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല. കക്ഷിഭേദമൊന്നുമില്ലാതെ എല്ലാവരുടെയും കൂട്ടായ പങ്കാളിത്തത്തോടു കൂടിയാകണം എന്നാണ് ശിവഗിരി മഠത്തിൻ്റെ കാഴ്ചപ്പാട്. മഠത്തിന് രാഷ്ട്രീയമില്ല. ഏതെങ്കിലും ചേരിയിൽ ചേർന്ന് നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കാനും വിമർശിക്കാനും ഒന്നും മഠം തയ്യാറല്ല. സ്വതന്ത്രമായ കാഴ്ചപ്പാടിൽ സമ്മേളനം നടക്കട്ടെ, അതിൽ പഠനങ്ങൾ നടക്കട്ടെ. പ്രേക്ഷകർക്ക് ഓണക്കോടി സ്വന്തമാക്കാനുള്ള അടുത്ത ചോദ്യത്തിലേക്കാണ് ഇനി. പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂളിന്റെ എതിരാളികൾ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് വിജയികളെ തിരഞ്ഞെടുക്കും. അത്തം മുതൽ തിരുവോണം വരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 1001 പേർക്കാണ് 24ഉം മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ഓണക്കോടി സമ്മാനമായി നൽകുന്നത്. മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. ഷാർജയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയെ ഭർത്താവ് ഭീഷണിപ്പെടുത്തുന്ന കൂടുതൽ ദൃശ്യങ്ങൾ 24ന്. അതുല്യയെ കൊലപ്പെടുത്തുമെന്ന് സതീഷ് പറയുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അതുല്യ ചിത്രീകരിച്ചതെന്ന് പറയപ്പെടുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഭർത്താവ് സതീഷ് കൊലപ്പെടുത്തുമെന്ന് പറയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. 10 വർഷം പീഡനം അനുഭവിച്ചതും വീഡിയോയിൽ അതുല്യ വ്യക്തമാക്കുന്നു. നേരത്തെയും സതീഷിന്റെ ക്രൂരപീഡനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. നീ ഒന്ന് പോയാലും ഞാൻ കുത്തി കൊന്നിട്ടേ ഞാൻ അനങ്ങത്തുള്ളൂ. സതീഷ നീ എവിടെ പോനാ? നീ എവിടെ പോവും? നീ പോവോ? നീ
ആരെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ആരെ കാണിക്കാനുള്ള. പീഡനത്തിന്റെ ദൃശ്യങ്ങൾ തെളിവായി കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ഇവ പഴയതെന്നാണ് പ്രതിഭാഗം ഉന്നയിക്കുന്നത്. ഇതോടെ ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി പ്രോസിക്യൂഷനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. പ്രതി സതീഷ് ഇടക്കാല മുൻകൂർ ജാമ്യത്തിലാണ്. ഇക്കഴിഞ്ഞ ജൂലൈ 19-നാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ അതുല്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 24 കൊല്ലം. കഞ്ചാവിനടിമയായ മകനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കണമെന്ന് അപേക്ഷിച്ച് മാതാപിതാക്കൾ. പഠനത്തിൽ മിടുക്കനായിരുന്ന ഈ കൗമാരക്കാരൻ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നത് പതിവാണെന്ന് തിരുവനന്തപുരം സ്വദേശികളായ മാതാപിതാക്കൾ കണ്ണീരോടെ പറയുകയാണ്. SKN40 രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയിലായിരുന്നു ദയനീയാവസ്ഥ മാതാപിതാക്കൾ തുറന്നു പറഞ്ഞത്. 18-കാരനെ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സ നൽകാൻ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ സഹായം ഉറപ്പു നൽകി. എങ്ങനെയെങ്കിലും മോനെ അഡ്മിറ്റാക്കി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, ഇത്രയും കൗൺസിലിംഗ് കൊടുക്കുക. അച്ഛനും അമ്മയും തിരിച്ചറിവുള്ളൊരു ബോധം അവന് വരണം. ഇപ്പോൾ ആ ഒരു ബോധം ആ ഒരു ചിന്ത അവനില്ല. അച്ഛനാണ് അമ്മയാണെന്നുള്ള സ്നേഹവും കാര്യങ്ങളൊന്നും ഇപ്പോഴും അവനില്ല. ലഹരിക്കടിമയായ 18-കാരനായ മകനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കണമെന്ന തിരുവനന്തപുരം സ്വദേശികളായ മാതാപിതാക്കളുടെ വിലാപമാണിത്. കഴിഞ്ഞ 1.5 വർഷമായി മകൻ കഞ്ചാവിനടിമ. +1 പഠിക്കുമ്പോഴാണ് മാറ്റം ശ്രദ്ധിച്ചു തുടങ്ങിയത്. ചികിത്സ നൽകിയെങ്കിലും ഫലം കണ്ടില്ല. പണത്തിനുവേണ്ടി വീട്ടിൽ ബഹളം വയ്ക്കും. കഞ്ചാവിനു പുറമെ ഗുളികയും ആവശ്യപ്പെടാറുണ്ട്. മാതാവിനെ ഭീഷണിപ്പെടുത്തുന്നതും പതിവ്. ഇടയ്ക്കിടയ്ക്ക് ക്യാഷ് ചോദിക്കാറുണ്ട്. ഇപ്പം ഭയങ്കര ക്യാഷ് കൊടുത്തേ പറ്റൂ എന്നുള്ള ഒരു സ്ഥിതിയിലോട്ടായി. അവന് പാനിക്കാക്കും നമ്മളെ. ക്യാഷ് വേണമെന്ന് പറഞ്ഞിട്ട് അവന് പഠിക്കുന്നില്ല. നന്നായി പഠിക്കുമായിരുന്നു. അവൻ്റെ വിദ്യാഭ്യാസം പോയി. സമാന പ്രായത്തിലുള്ള കൂടുതൽ കുട്ടികൾ ലഹരി വലയിൽ വീണിട്ടുണ്ട്. പഠനത്തിൽ മിടുക്കനായ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് കേണപേക്ഷിക്കുന്നു മാതാപിതാക്കൾ. വിമുക്തിയിലൂടെ കാര്യക്ഷമമായ ഇടപെടൽ ഉറപ്പു നൽകി തിരുവനന്തപുരം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ PL ഷിബു. അദ്ദേഹത്തെ നമുക്ക് ചേർത്ത് പിടിക്കണം. ലഹരിക്ക് അടിമയായ ഒരു കുട്ടിയെ നമുക്ക് രോഗിയായി കണ്ട് അയാൾക്ക് ചികിത്സ നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമുക്ക് നേരായ പാതയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സ നൽകാൻ എല്ലാ സഹായവും നൽകുമെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. വിമുക്തി കേന്ദ്രത്തിലേക്ക് മകനെ കൊണ്ടുപോകാനേ അത്ര കൂടുതൽ പണച്ചെലവുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ ഡി അഡിക്ഷൻ സെൻ്ററുകളാണെങ്കിൽ അത്ര വലിയ ചിലവ് വരില്ല. മാത്രമല്ല നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും. നമുക്കങ്ങനെ അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ 24 കണക്ട് വഴി നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും. എക്സൈസിൻ്റെ അടിയന്തരമായ ഇടപെടലാണ് ഈ വിഷയത്തിൽ വേണ്ടത്. ഈ കുട്ടിയെ അവരുടെ വിമുക്തി കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ച് അവന് ആവശ്യമായ കൗൺസിലിംഗ് നൽകി അവന് പാർപ്പിച്ച് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ട്രീറ്റ് ചെയ്തതിന് ശേഷം അവനെ ഒരു നല്ല പൗരനായി പുറത്തിറക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി എക്സൈസ് സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. പഞ്ചാബിൽ പ്രളയക്കെടുതി രൂക്ഷം. മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 24ആയി. 1000-ലധികം ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലായി. ജമ്മുകശ്മീരിലും ഉത്തരാഖണ്ഡിലും മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താൻ അമിത്ഷാ ഇന്ന് ജമ്മുകശ്മീരിൽ എത്തും. 40 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രളയക്കെടുതിയാണ് പഞ്ചാബ് നേരിടുന്നത്. 9 ജില്ലകളിലെ 1018 ഗ്രാമങ്ങളെ പ്രളയം ബാധിച്ചു. 3 ലക്ഷം ഏക്കർ കൃഷിഭൂമിയും നശിച്ചുവെന്നാണ് പ്രാഥമിക കണക്ക്. ദ്രുതകർമ്മസേനയുടെയും വിവിധ സേനാ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 11,000-ഓളം ആളുകളെ രക്ഷിച്ചു. 4,000-ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. രവി, സത്ലജ്, ബിയാസ് നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. കനത്ത ദുരിതം നേരിടുന്ന സംസ്ഥാനത്തിന് പ്രത്യേക പാക്കേജ് നൽകണമെന്ന് പഞ്ചാബ് സർക്കാരും BJPയും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. കനത്ത നാശം വിതച്ച ജമ്മുകശ്മീരിലും ഉത്തരാഖണ്ഡിലും കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് ജമ്മുവിലെത്തും. നാളെ ദുരന്തബാധിത മേഖലകളിൽ ആകാശ സർവേ നടത്തും. ശേഷം രാജ്ഭവനിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ അവലോകന യോഗം ചേരും. ഇതുവരെ 170 പേർക്കാണ് ജമ്മുകശ്മീരിൽ പ്രകൃതി ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടമായത്. 24 ഡൽഹി. നോക്കാമിനി കാലാവസ്ഥാ റിപ്പോർട്ട്. വാർത്താമഴയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.